നമസ്കാരം. ഇന്ത്യയുടെ സൈനിക ശേഷിയെക്കുറിച്ച് ഒരു ഇന്ത്യക്കാരനും ഒരു ഇന്ത്യൻ ഭരണാധികാരിക്കും ഒരു തരത്തിലുള്ള സംശയവുമില്ല. എങ്കിലും പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെയുള്ള ആയുധങ്ങൾ, അത്യാധുനിക തോക്കുകൾ, അത്യാധുനികമായ സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ, പ്രത്യേക റഡാർ സംവിധാനങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 1500 കോടി രൂപയിലധികം വരുന്ന പദ്ധതികൾക്ക് കൂടി ഇന്ത്യ തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്തയിൽ പറഞ്ഞു, ഈ പ്രതിരോധ മേഖലയിലേക്ക് പണം മുടക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ കാണിച്ച ആ ഒരു അലംഭാവം, അതുപോലെ തന്നെ 2013 ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പൽ മുങ്ങിയുണ്ടായ അപകടത്തിൽ നമുക്ക് നാവികരെ നഷ്ടപ്പെട്ട കാര്യം, ആ സമയത്തൊന്നും തന്നെ അതിന്റെ ബാറ്ററി മാറ്റാൻ പോലും AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു, അദ്ദേഹം തയ്യാറായില്ല, കാരണം പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പ്രതിരോധ മേഖലയിലേക്ക് പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും നടക്കേണ്ട കാര്യം തന്നെയില്ല. കാരണം പ്രത്യേകമായി സൈനികരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും ആധുനികമായ വിദേശ നിർമ്മിതമായ ആയുധങ്ങളും ആധുനിക ഉപകരണങ്ങളും വാങ്ങുന്നതിൽ ഇവിടെ ഒരു ലെറ്റർ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. കേന്ദ്ര പ്രതിരോധ വകുപ്പും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ അന്നേരം തന്നെ ഒപ്പിട്ട് കൊടുക്കും. അതായത് രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ്, അവരുടെ ജീവനും സ്വത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ഇവിടെ പ്രതിരോധ മേഖലയിലേക്ക് പണം മുടക്കുന്നത് വെറുതെ കടലിൽ കായം കലക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ കടലിൽ പണം ഒഴുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വിദേശ ഏജന്റുമാരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സൈനിക ശേഷി എത്രയും കുറച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ എത്രയും ഇല്ലാതാക്കുക, അത്യാധുനിക സംവിധാനങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണോ പ്രവർത്തിച്ചത് എന്ന സംശയം പോലും ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെയൊക്കെ ഭരണം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ ഏറ്റവും ആധുനികമായ 10 പ്രത്യേക യുദ്ധ വിമാനങ്ങൾ, അത്യന്താധുനിക റഡാർ സംവിധാനങ്ങൾ, അതായത് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ വിടുന്നതിനെ കുറിച്ച് പാകിസ്ഥാനോ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ അതിനുള്ള സംവിധാനം, അത് തകർക്കാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം കാണുന്ന, അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുന്ന റഡാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായ എയർ സ്റ്റേഷനുകൾ, പ്രത്യേകമായ എയർ സ്റ്റേഷനുകൾ, അതുപോലെ ഷിപ്പ് സ്റ്റേഷനുകൾ ഒക്കെ തന്നെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. 1500 കോടിയിലധികം രൂപയുടെ പദ്ധതി ആണ് ഇവിടെ ഇനിയിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഇസ്രോയുമായി ചേർന്ന് ISROയുമായി ചേർന്ന് പ്രത്യേകമായ സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. സാറ്റലൈറ്റ് സംവിധാനങ്ങളിലൂടെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ്. ഇവിടെ പാകിസ്ഥാൻ ഇതൊക്കെ കണ്ട് കണ്ണും മിഴിച്ച് ഇരിക്കുകയല്ലാതെ അവർക്ക് വരെ മാർഗമില്ല. അവർക്ക് ആധുനിക സംവിധാനങ്ങളില്ല. അവർക്ക് ഈ തീവ്രവാദവും അല്ലെങ്കിൽ തെമ്മാടിത്തരവും കാണിച്ച് ഇങ്ങനെ നടക്കാനല്ലാതെ ഒരു പ്രതിരോധ രംഗത്തെ കാര്യശേഷി വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അറിയില്ല. പക്ഷേ ഭാരതം അങ്ങനെയല്ല. 2014 മുതൽ ഭാരതത്തിന്റെ സൈനിക ശേഷി നോക്കിയാൽ നമുക്കറിയാം. ഇതുവരെ ഏതാണ്ട് 3.5 ലക്ഷം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മാത്രം ഈ ഒരു 11 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് കേട്ടാൽ നമുക്കറിയാം നമ്മൾ എത്രമാത്രം സുസജ്ജരാണ്. ഏത് ശത്രു ഏത് രീതിയിൽ ആക്രമിച്ചാലും നമ്മളുടെ സൈനിക ശേഷി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പവർഫുൾ ആണ്, എത്രത്തോളം ശക്തിമത്താണ് നമ്മൾ എന്ന് നമുക്ക് വെറുതെ ആലോചിക്കുന്നതല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ ഒരിടത്തും തോൽക്കില്ല. ഇന്ത്യയെ തോൽക്കാൻ ഒരിടത്തും ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിക്കില്ല, ഇന്ത്യൻ സൈന്യം അനുവദിക്കില്ല, ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കില്ല. ഇന്ത്യ വിജയിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു യുദ്ധം വേണമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ, അത് ഏത് ലോകരാജ്യമാണെങ്കിലും ഏത് ആണവശക്തിയാണെങ്കിലും അതിശക്തമായി തിരിച്ചടിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടിയ നിലവാരത്തിലുള്ള സൈനിക ശേഷിയുള്ള രാജ്യമായി ഇന്ത്യ 5 വർഷം കൊണ്ട് മാറാൻ പോവുക കൂടിയാണ്. ഇസ്രയേലിനെ പോലെ, അമേരിക്കയെ പോലെ, ഫ്രാൻസിനെ പോലെ, ജർമ്മനിയെ പോലെ, ജപ്പാനെ പോലെ ഒക്കെ തന്നെ, ചൈനയെ പോലെ ഒക്കെ തന്നെ ഏറ്റവും അത്യന്താധുനിക ശേഷിയുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ആയുധ സംവിധാനങ്ങൾ നമ്മളുടേതായ ഗവേഷണത്തിലൂടെ, നമ്മളുടെ DRDOയും ISROയും ഒക്കെ ചേർന്ന് നമ്മൾ കണ്ടെത്തി അത് വികസിപ്പിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പദ്ധതികൾക്ക് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ വകുപ്പ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്ത്യ വെറുതെ ഇരിക്കില്ല. ഇന്ത്യ ഏറ്റവും ആധുനികമായ അപ്ഡേഷനുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കും എല്ലാ മേഖലകളിലും.
അതിപ്പോൾ സൈനിക ശേഷി എന്നുള്ളത് മാത്രമല്ല, പ്രതിരോധ രംഗം എന്നുള്ളത് മാത്രമല്ല, ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് സാംസ്കാരിക രംഗത്താണെങ്കിലും ശാസ്ത്രീയ രംഗത്താണെങ്കിലും ഒക്കെ തന്നെ കൃത്യമായ അപ്ഡേറ്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇല്ലാതിരുന്നത് അതാണ് ഈ കോൺഗ്രസിന്റെയും UPA-യുടെയും ഒക്കെ ഭരണകാലത്ത്. പക്ഷേ ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യ ഇനിയും മാറിക്കൊണ്ടിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യമായി, എല്ലാ രംഗത്തും ശക്തമായ രാജ്യമായി നമ്മൾ വൈകാതെ നമ്മൾ കുതിച്ചെത്തും എന്നതിന്റെ സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും തുടരും.